ഹായ് ഗൈസ്, വെൽക്കം ടു എപ്പിസോഡ് 3 ഓഫ് ട്രേഡിംഗ് ലേണിംഗ് സീരീസ്. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ട്രേഡിങ്ങിൽ തന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ 6 ടെർമിനോളജീസിനെ പറ്റിയിട്ടാണ്. അപ്പോൾ ഈ ഒരു ടെർമിനോളജി നിങ്ങൾക്ക് മനസ്സിലായാൽ മാത്രമേ നിങ്ങൾക്ക് ട്രേഡിങ്ങിൽ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. സോ വീഡിയോ ഫുൾ ആയിട്ട് കണ്ടോ. അപ്പോൾ നമുക്ക് നേരെ ക്ലാസ്സിലോട്ട് പോകാം. ഫസ്റ്റ് വൺ, സ്റ്റോപ്പ് ലോസ്. നമ്മൾ നോക്കുമ്പോൾ ബ്രോക്കർ തരുന്ന ഒരു അഡ്വാൻസ്ഡ് ടൂൾ ആണ് സ്റ്റോപ്പ് ലോസ്. ആൻഡ് ഈ ഒരു ടൂൾ കാരണം അല്ലെങ്കിൽ ഈ ഒരു ടൂൾ ഉപയോഗിച്ച് നിങ്ങൾക്ക് നിങ്ങളെ ഒരു ട്രേഡിലെ ലോസ് അല്ലെങ്കിൽ നിങ്ങൾ ആ ഒരു റിസ്ക് വെക്കുന്ന എമൗണ്ട് നിങ്ങൾക്ക് ലിമിറ്റ് ചെയ്യാൻ പറ്റും. സെക്കൻഡ് വൺ, ടി പി അഥവാ ടേക്ക് പ്രോഫിറ്റ്. അപ്പോൾ ഇതും ബ്രോക്കർ തരുന്ന ടൂളാണ്. നമ്മൾ നോക്കുമ്പോൾ നമ്മൾ ഒരു ട്രേഡിൽ എത്ര എമൗണ്ട് ഓഫ് പ്രോഫിറ്റ് ആണോ ടാർഗറ്റ് വെക്കുന്നത്, അത് ഈ ഒരു ടൂൾ യൂസ് ചെയ്യും നമ്മൾ ചെയ്യുന്നത്. തേർഡ് ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടന്റ് വൺ, ഇത് നിങ്ങൾക്ക് ഒരു എക്സാമ്പിൾ വെച്ച് ഞാൻ പറഞ്ഞുതരാം. നമ്മളൊരു ബീഫ് കടയിൽ പോകുമ്പോൾ നമ്മൾ 1 കിലോ ബീഫ് എന്ന് പറയും അല്ലെ, അല്ലെങ്കിൽ നമുക്ക് എത്ര എമൗണ്ട് ആണോ വേണ്ടത് അത്രയും കിലോ നമ്മൾ പറയും. അപ്പോൾ അവിടുത്തെ ആ കിലോ എന്താ, ക്വാണ്ടിറ്റിനെ സിംബലൈസ് ചെയ്യണം. അതുപോലെ തന്നെ ട്രേഡിങ്ങിൽ നമുക്ക് എത്ര ക്വാണ്ടിറ്റി വേണോ ഒരു ട്രേഡിൽ, നമ്മൾ മീൻസ് ഒരു ട്രേഡിൽ നമ്മൾ എത്ര എമൗണ്ട് ഓഫ് ക്വാണ്ടിറ്റി എടുക്കുന്നു, ആ ക്വാണ്ടിറ്റിനെ മെഷർ ചെയ്യുന്ന യൂണിറ്റിന്റെ പേരാണ് ലോഡ് സൈസ്. ഫോർത്ത് വൺ, പിപ്സ്. ഇതും ഞാൻ ഒരു സിമ്പിൾ എക്സാമ്പിൾ വെച്ച് ഞാൻ പറഞ്ഞ, നമ്മൾ നോക്കുമ്പോൾ നമ്മൾ സ്ഥലത്തോട്ട് പോവാണ്. എൻ്റെ ആ സ്ഥലത്തോട്ടുള്ള ഡയറക്ഷനോ അല്ലെങ്കിൽ ആ വഴിയോ നമുക്ക് അറിയില്ല. അപ്പോൾ നമ്മൾ ഗൂഗിൾ മാപ്പിൽ അടിച്ചു നോക്കും നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത് ആൻഡ് അവിടേക്കുള്ള ഡയറക്ഷനും കാര്യങ്ങളും. അപ്പോൾ നമുക്ക് കാണാൻ പറ്റും റൈറ്റിലോട്ട് പോയിട്ട് 4 കിലോമീറ്റർ, അല്ലെങ്കിൽ ലെഫ്റ്റിലോട്ട് തിരിഞ്ഞിട്ട് 4 കിലോമീറ്റർ, അങ്ങനെ എന്തെങ്കിലും കാണാൻ പറ്റും. അപ്പോൾ അവിടുത്തെ ആ 4 കിലോമീറ്ററിലെ അതുപോലെ തന്നെ നമ്മളെ ചാർട്ടിൽ ആ ചെറിയൊരു മൂവ്മെന്റിന്റെ പേരാണ് പിപ്സ്. ഓക്കെ അല്ലേ. ഇപ്പൊ മേലോട്ട് മീൻസ് ബുള്ളി സൈഡിലോട്ട് 4 പിപ്പ് മൂവ് ചെയ്ത്, അതുപോലെ ബെയർ സൈഡിലോട്ട് 5 പിപ്പ് മൂവ് ചെയ്ത്. അപ്പൊ ആ ഒരു കിലോമീറ്ററിനെ കാണുന്നത് പോലെ തന്നെ നിങ്ങൾക്ക് ഇവിടെ പിപ്സിനെ കാണാൻ പറ്റും. ജസ്റ്റ് നിങ്ങൾക്ക് സിംബലൈസ് ചെയ്ത് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. ഫിഫ്ത്ത് വൺ, സ്വാപ്പ്. നമ്മൾ പലയിടത്തും കേട്ടിട്ടുണ്ടാവും സ്വാപ്പി നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അപ്പൊ എന്താണ് ഈ സ്വാപ്പ്? നമ്മൾ നോക്കുമ്പോൾ ബ്രോക്കർ കണക്ക് കൂട്ടുന്ന ഒരു കമ്മീഷന്റെ പേരാണ് സ്വാപ്പ്. ആൻഡ് വെറും ഒരു കമ്മീഷനുള്ള ഓവർനൈറ്റ് ഹോൾഡിംഗ്. നിങ്ങൾ ഏതെങ്കിലും ഒരു ട്രേഡ് ഓവർനൈറ്റ് ഹോൾഡ് ചെയ്യാണ്, അല്ലെങ്കിൽ 2:30 മീൻസ് രാവിലെ 2:30 എബവ് ഹോൾഡ് ചെയ്യാണ്. അപ്പൊ ആ ഹോൾഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരു ടാക്സ്, അല്ലെങ്കിൽ ടാക്സ് അല്ല സോറി, ഒരു കമ്മീഷന്റെ പേരാണ് സ്വാപ്പ് ഫീ. സിക്സ്ത് ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആണ്, നമ്മൾ നോക്കുമ്പോൾ ലിവറേജ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ നമുക്ക് നമ്മളെ ബ്രോക്കർ തരുന്നുണ്ട്. ആൻഡ് ഈ ഓപ്ഷന്റെ ഉപകാരം എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചെറിയ ഒരു ക്യാപിറ്റൽ കൊണ്ട് തന്നെ വലിയ വലിയ ഹോൾഡിങ്സ് അല്ലെങ്കിൽ വലിയ വലിയ ട്രേഡ്സ് നമുക്ക് എടുക്കാൻ പറ്റും. അത് നിങ്ങൾക്ക് നിങ്ങളെ ബ്രോക്കർ തരുന്ന ഒരു ഹെൽപ്പ് അല്ലെങ്കിൽ ഒരു എക്സ്ട്രാ ഓപ്ഷൻ ആണ്. ഇതിന്റെ ഇടയിൽ ഞാൻ പിപ്സിനെ പറ്റി പറയുമ്പോൾ ബുള്ളിഷ് ആൻഡ് ബെയർസ് എന്ന് പറഞ്ഞിരുന്നു. അപ്പൊ എന്താണ് ബുള്ളിഷ് മാർക്കറ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മേലോട്ട് പോണ മാർക്കറ്റിനെ നമ്മൾ ബുള്ളിഷ് മാർക്കറ്റ് എന്ന് പറയാം. അതുപോലെ തന്നെ അടിയിലോട്ട് പോണ മാർക്കറ്റിനെ നമ്മൾ ബെയറിഷ് മാർക്കറ്റ് എന്ന് പറയാം. ഓക്കെ അല്ലേ. സോ ഈ വീഡിയോ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്തു. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണാം. അപ്പോൾ അതുവരെ ബൈ.